വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നത് ജാമ്യമില്ലാ കുറ്റം. വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നവർക്ക് 3 മുതൽ 7 കൊല്ലം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നും ഇക്കാര്യം എല്ലാവരും മനസ്സിലാക്കണമെന്നും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഉപവകുപ്പ് പ്രകാരം വേട്ടയ്ക്ക് തുല്യമായിട്ടാണ് വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നതിനെ കണക്കാക്കുന്നത്. ഹോണടിച്ചും വാഹനം ഇരമ്പിപ്പിച്ചും പീപ്പി വിളിച്ചും മറ്റും വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നത് ജാമ്യമില്ലാ കുറ്റമാണ്. അതിനാൽ എല്ലാവരും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. അതിഥി തൊഴിലാളികളെ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ ലഭ്യമാക്കുവാൻ തൊഴിൽ, വിദ്യാഭ്യാസ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് യോഗം നിർദ്ദേശം നൽകി. ജില്ലയിലെ അറവുശാലകൾ സംബന്ധിച്ച് കൃത്യമായ കണക്കെടുക്കണം. ബാലവേല സംബന്ധിച്ച് എല്ലാ പഞ്ചായത്തുകളിലും ബോധവൽക്കരണം നടത്തണം. പ്ലാന്റേഷനുകളിൽ നോട്ടീസ് നൽകണം. ശിശുക്ഷേമ സമിതി, തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി 15 നാളിനുള്ളിൽ റിപ്പോർട്ട് നൽകണം. മഴക്കാലത്തിന് മുൻപുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണം. ജില്ലയിലെ മറ്റ് വികസന പദ്ധതികളെക്കുറിച്ചും യോഗം വിലയിരുത്തി. ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചന്ദ് എറണാകുന്നേൽ, ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി പി സുദേവ് മറ്റു ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.